ഓജോ ബോർഡ്. റാം കെയർ ഓഫ് ആനന്ദിയിലൂടെ പരിചയപ്പെട്ട എഴുത്തുകാരനായ അഖിൽ പി ധർമ്മജന്റെ മറ്റൊരു പുസ്തകമാണെന്നറിഞ്ഞപ്പോൾ ആനന്ദം തോന്നിപ്പോയി. പുസ്തകത്തിന്റെ പേര് തന്നെ എന്നെ ഭയപ്പെടുത്തിയിരുന്നെങ്കിലും ഇത്തരം കഥകളും സിനിമകളും എനിക്കിഷ്ടമായതിനാലും എന്നാൽ അത്രത്തോളം തന്നെ ഭയമുള്ളതിനാൽ അവയെ അധികവും ആസ്വദിക്കുവാനായിരുന്നില്ല എങ്കിലും ഈ പുസ്തകത്തെ അങ്ങനെ വിട്ടുകളയാൻ തോന്നിയിരുന്നില്ല. എന്റെ വായനാനുഭവ സാരാംശം ഞാൻ ഒന്ന് ഹ്രസ്വമായി പറയാം. ദുർമരണങ്ങളുടെ ഇരുണ്ട ഭൂതകാലം നിറഞ്ഞുനിന്ന വീട്ടിലേക്ക് ആത്മാക്കളുടെ ഗവേഷണത്തിനായി എത്തുന്ന മാധ്യമപ്രവർത്തകനും സുഹൃത്തുക്കളും കാലങ്ങൾക്കിപ്പുറവും നിരവധി ചോദ്യങ്ങളുടെ അവശേഷിപ്പുകൾക്കിടയിൽ ഉത്തരം തേടി കണ്ടെത്തുന്ന സിനിമാറ്റിക് ആഖ്യാനത്തിലൂടെ വായനക്കാരിൽ ഭീതിയുടെ പാതകൾ തുറന്നിടുന്ന പുസ്തകം. വായന തുടങ്ങവേ തന്നെ ഭയന്ന ഞാൻ 2 ദിവസം കൊണ്ട് തന്നെ വായിച്ചു തീർക്കുകയും ചെയ്തത് ആവേശഭരിതയായതിനാലാണ്. കഥാകൃത്തിന്റെ ഞാൻ ആദ്യം വായിച്ച നോവൽ പോലെ തന്നെ ഒട്ടും ബോറടിപ്പിക്കാതെ ഒഴുകുന്ന പുഴ പോലെ എന്ന പോൽ ഈ നോവലും രസമുള്ളതായിരുന്നു. നോവലിലൂടെയുള്ള എന്റെ യാത്രയിൽ അതീവ ഭയത്തിന്റെ ചരടുകൾ എന്നെ പിടിച്ചു നിർത്തുമെന്ന് തോന്നുമ്പോഴെല്ലാം അത്തരം അക്ഷരങ്ങളെ സ്പർശിക്കാതെ ഞാൻ അതിവേഗം സഞ്ചരിച്ചിരുന്നു. എന്നിട്ടും നിശബ്ദ ഭയം എന്നെ പിന്തുടർന്നു വന്നു. പിന്നീട് ബാക്കി ഞാൻ വായിച്ചു തീർത്തത് എന്റെ മകൾ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കെ ഇടയ്ക്കിടെ ഞാൻ അതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു. ഈ നോവലിന്റെ 2ാം ഭാഗവും എഴുതാൻ ആഗ്രഹിക്കുന്ന കഥാകൃത്തിന് എന്റെ ആശംസകൾ. ആ നോവലിലും മികച്ച വായനാ അനുഭവം പ്രതീക്ഷിക്കുന്നു. വായനാ പ്രണയിനിയായ എന്റെ ഭാവനാലോകത്തും സ്വപ്നലോകത്തും വരെ സ്വാധീനം ചെലുത്തിയ ഈ നോവൽ ത്രസിപ്പിക്കുന്ന വായനാനുഭവം തന്നെയാണ് എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത്.